നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. തൽബിയത്ത് മന്ത്രങ്ങൾ ഉരുവിട്ട് ഹാജിമാർ മിനയിൽ. അറഫ സംഗമം നാളെ. തൊഴിൽ കരാർ പാലിക്കാത്ത ഒരു ഇന്ത്യൻ വീട്ടുജോലിക്കാരി കൂടി രക്ഷപ്പെട്ടത് 22-കാരിയായ ഹൈദരാബാദ് സ്വദേശിനി. വീട്ടുജോലിക്കാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ച തൊഴിൽ മന്ത്രാലയത്തിന്റെ മാർഗരേഖ. IMF നിർദ്ദേശപ്രകാരം കുവൈത്തിൽ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. പെരുന്നാളിനോടനുബന്ധിച്ച് ഷോപ്പിംഗ് മാളുകളിൽ വൻ തിരക്ക്. ബലിപ്പെരുന്നാളിന് മുന്നോടിയായി ബലിമൃഗങ്ങൾക്ക് തീവില. ഖത്തറിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കൽ. 200ഓളം മലയാളി വ്യാപാരികൾ പ്രതിസന്ധിയിൽ. ലബ്ബൈക മന്ത്രവുമായി തീർത്ഥാടക ലക്ഷങ്ങൾ മിനയിൽ തമ്പടിച്ചതോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. ഹജ്ജിനുള്ള മുന്നൊരുക്കം നടത്തി ഹാജിമാർ ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് നീങ്ങി തുടങ്ങി. നാളെയാണ് ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം. ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നായി എത്തിച്ചേർന്ന 20 ലക്ഷത്തിലധികം വരുന്ന ഹാജിമാർ മിനയിൽ തമ്പടിച്ചതോടെയാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായത്. ഇന്നലെ രാത്രി നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇന്ന് ഉച്ചയോടെയാണ് അവസാനിച്ചത്. അറഫ ദിനത്തിലൊഴികെ ഹജ്ജ് അവസാനിക്കുന്ന ദുൽഹജ്ജ് 13 വരെ തീർത്ഥാടകർ മിനയിലാണ് തങ്ങുക. നാളെ പുലർച്ചെ വരെ ദൈവസ്മരണയും ഖുർആൻ പാരായണവും നമസ്കാരവുമായി ഹാജിമാർ തമ്പുകൾ ഭക്തിസാന്ദ്രമാക്കും. അറഫയിലേക്ക് നാം പോകുന്ന സമയത്ത് ആ ദിവസത്തിന് വേണ്ടി മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒരുങ്ങാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ദുൽഹജ്ജ് 8-ന് മിനയിൽ സംഗമിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ തുടങ്ങിയ തീർത്ഥാടക പ്രവാഹം ഇന്ന് പ്രഭാത നമസ്കാരത്തോടെ ശക്തിപ്പെടുകയായിരുന്നു. മിനായിലേക്കുള്ള മുഴുവൻ വഴികളും ലബ്ബൈക ചൊല്ലുന്ന ഹാജിമാരാൽ നിറഞ്ഞു. ഇന്നലെ രാത്രി 9 മണി മുതൽ മിനയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ ഹാജിമാർ പുലർച്ചെയോടെ മിനയിലെത്തിയിരുന്നു. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാരും ബസ്സുകളിലും മറ്റുമായി മിനയിലെത്തി. നാളെ രാവിലെ മുതലാണ് ഹാജിമാർ അറഫയിലേക്ക് പോകേണ്ടതെങ്കിലും തിരക്ക് കുറയ്ക്കുന്നതിനായി ഇന്ന് രാത്രി മുതൽ തന്നെ അറഫയിലേക്ക് നീങ്ങി തുടങ്ങും. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരും ഇന്ന് രാത്രി തന്നെ അറഫയിലെത്തും. മിനയെ ലക്ഷ്യമാക്കി ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇന്ന് ഉച്ചയോടുകൂടിയാണ് അവസാനിച്ചത്. നാളത്തെ അറഫ ദിനത്തിന് മാനസികവും ശാരീരികവുമായുള്ള ഒരുക്കത്തിലാണ് തീർത്ഥാടക ലക്ഷ്യങ്ങൾ. ഇപ്പോൾ മിനായിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. ഈ വർഷത്തെ ഹജ്ജിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെ പ്രത്യേക സഹായത്താൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 214 പേർ അവസരം നേടിയതായി ഖത്തർ ഹജ്ജ് കമ്മിറ്റി പ്രതിനിധി നൈഫ് ഖലീഫ അൽ മുഹന്നദി അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഖത്തർ എംബസികൾ മുഖേനയാണ് ഹാജിമാരെ തിരഞ്ഞെടുത്തത്. ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ സംഘത്തിലുണ്ട്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ഹാജിമാരും ഇന്നലെ തന്നെ പുണ്യഭൂമിയിലെത്തിയതായും ഖത്തർ ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കഅബയെ പുതപ്പിക്കുന്ന ഉടയാടയാണ് കിസ്വ. കഅബയെ നാളെ പുതിയ കിസ്വ പുതപ്പിക്കും. മുസ്ലിം ലോകം കാത്തിരുന്ന ചടങ്ങ് പ്രഭാത നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് നടക്കുക. അതേസമയം ഹാജിമാർ ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങിൽ പങ്കെടുക്കാൻ അറഫയിലേക്ക് നീങ്ങുകയായിരിക്കും. പതിവ് പോലെ മക്കയിലെ കിസ്വ ഫാക്ടറി മേധാവി ഡോക്ടർ മുഹമ്മദ് ബാജൌദ, ഇരുഹറം കാര്യാലയ മേധാവികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കിസ്വ നിർമ്മാണ വിദഗ്ധരും ഇതര ജീവനക്കാരുമായ 86 പേർ ചേർന്നാണ് കഅബയെ പുതിയ കിസ്വ അണിയിക്കുക. ഓരോ വർഷവും അറഫ ദിനത്തിൽ പ്രഭാത നമസ്കാരത്തിനു ശേഷം കഅബയെ പുതിയ കിസ്വ പുതപ്പിക്കാറുണ്ട്. മക്കയിലെ ഉമ്മുൽ ജൂദിലുള്ള കിസ്വ ഫാക്ടറിയിൽ 8 മാസത്തോളം നീണ്ട നിർമ്മാണ പ്രക്രിയക്കൊടുവിലാണ് കിസ്വ തയ്യാറായത്. ഇറ്റലിയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത 670 കിലോഗ്രാം പട്ടുപയോഗിച്ചാണ് കിസ്വ നിർമ്മിച്ചത്. സ്വർണം പൂശിയ നൂലുകൊണ്ടുള്ള ചിത്രപ്പണികളാലും ഖുർആൻ സൂക്തങ്ങളാലും അലങ്കൃതമാണ് കിസ്വ. 200ഓളം വിദഗ്ധ തൊഴിലാളികളാണ് ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായത്. ഏകദേശം 22 ദശലക്ഷം റിയാലാണ് ഇതിന്റെ ചെലവ്. നിർമ്മാണം പൂർത്തിയായ കിസ്വ ഫാക്ടറി അധികൃതർ ദുൽഹജ്ജ് 1-ന് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായ ഷഅബി കുടുംബത്തിന് കൈമാറിയിരുന്നു. അഴിച്ചുമാറ്റുന്ന പഴയ കിസ്വയുടെ കഷ്ണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് സമ്മാനമായി നൽകും. 1927-ലാണ് സൗദിയിൽ കിസ്വ നിർമ്മാണം ആരംഭിച്ചത്. അതിനു മുമ്പ് ഈജിപ്തിൽ നിന്ന് 47 കഷ്ണങ്ങളാക്കി കൊണ്ടുവരികയായിരുന്നു പതിവ്. മസ്ജിദുൽ ഹറാമിൽ തിരക്ക് കാരണം കിസ്വ ഉയർത്തിക്കെട്ടിയിരിക്കുകയാണ്. ഹജ്ജ് തീർത്ഥാടകർ മടങ്ങിയാൽ മാത്രമേ അത് താഴ്ത്തുകയുള്ളൂ. റബീഹ് മുഹമ്മദ്, മീഡിയ 1, മക്ക. ഞങ്ങളുടെ പ്രതിനിധി റബീഹ് മുഹമ്മദ് ഉണ്ട് ജിദ്ദയിൽ നിന്നും. റബീഹ്, അറഫയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മുഹാജിർ, ഈ വർഷത്തെ ലോക മുസ്ലിം മഹാസംഗമത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ 20.5 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ നാളെ ഉച്ചയ്ക്ക് മുമ്പായി അറഫയിലെത്തും.
നാളെ രാവിലെ മുതലാണ് ഹാജിമാരുടെ അറഫയിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടതെങ്കിലും തിരക്ക് പരിഗണിച്ച് ഇന്ന് രാത്രി തന്നെ അല്പസമയത്തിനകം തന്നെ ഹാജിമാരുടെ യാത്ര ആരംഭിക്കും. ഇന്ത്യൻ തീർത്ഥാടകർ മുഴുവൻ 1,36,000 വരുന്ന ഇന്ത്യൻ തീർത്ഥാടകർ ഇന്ന് രാത്രി തന്നെ അറഫയിലേക്ക് നീങ്ങും. അരമണിക്കൂറിനകം ഇന്ത്യൻ തീർത്ഥാടകരുടെ യാത്ര ആരംഭിക്കും. നാളെ രാവിലേക്ക് മുമ്പായി തന്നെ അവർ മുഴുവനും അറഫയിലെത്തിത്തരും. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി കീഴിലുള്ള ഹാജിമാർ മെട്രോ ട്രെയിൻ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർ ബസ് മുഖേനയാണ് യാത്ര ചെയ്യുക. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നെത്തിയ ഹാജിമാർ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ മിനയിൽ സംഗമിച്ചിരുന്നു. എല്ലാവിധ ഒരുക്കങ്ങളും ഹാജിമാർക്കായി മിനയിലുണ്ട്. 40,000 വരുന്ന ടെന്റുകളിലാണ് ഹാജിമാർ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമസ്കാരം കഴിഞ്ഞ് ഇശാ നമസ്കാരം അല്പസമയം മുമ്പാണ് ഇവിടെ മിനയിൽ കഴിഞ്ഞത്. അതിനുശേഷം അറഫയിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാജിമാർ. അവരെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നടക്കുമുള്ള മലയാളി വളണ്ടിയർമാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കിപ്പോൾ മിനയിൽ കാണാൻ കഴിയും. ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഓഫീസിന് മുമ്പിൽ KMCCയുടെയും ഫ്രട്ടേണിറ്റി ഫോറത്തിന്റെയും അതുപോലെ തന്നെ മക്ക വെൽഫെയർ ഫോറത്തിന്റെയും ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെയും നൂറുകണക്കിന് വളണ്ടിയർമാർ ഇവിടെ സേവന സന്നദ്ധരായി കാത്തിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള യാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. നാളെ വൈകുന്നേരം വരെയാണ് അറഫ സംഗമം. സൂര്യനസ്തമത്തിന് ശേഷം ഹാജിമാർ മുസ്ദലിഫയിലേക്കാണ് നീങ്ങുക. നാളെ ഉച്ചയ്ക്ക് സൗദി ഗ്രാൻഡ് മുഫ്തി അറഫ പ്രഭാഷണം നിർവഹിക്കും. അതിനുശേഷം ളുഹർ അസർ നമസ്കാരങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കുന്ന ഹാജിമാർ പിന്നീട് ഖുർആൻ പാരായണവും പ്രാർത്ഥനകളുമായി സൂര്യാസ്തമം വരെ അറഫയിൽ കഴിച്ചുകൂടും. ലോക മുസ്ലിങ്ങളുടെ മഹാസംഗമത്തിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. കടുത്ത ചൂടിനെ അവഗണിച്ചു പോലും പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ഹാജിമാർ പൂർണ്ണ സംതൃപ്തിയിലാണ് ഇപ്പോൾ നിലയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹാജിർ റബി, അറഫയിലെ ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുക? എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ചടങ്ങുകൾ? നാളെ ളുഹറിന് മുമ്പായി ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഹാജിമാർ അറഫയിൽ എത്തിച്ചേരേണ്ടത്. അറഫയിൽ ളുഹർ അസർ നമസ്കാരങ്ങൾ ളുഹറിന്റെ സമയത്ത് ഒരുമിച്ച് നമസ്കരിക്കും. അത് മാത്രമാണ് അറഫയിൽ ഒരുമിച്ചുള്ള ചടങ്ങ് എന്ന് പറയുന്നത്. അവിടെ അതുപോലെ തന്നെ നമസ്കാരത്തിന് മുമ്പായി സൗദി പ്രവാചകന്റെ അറഫ പ്രഭാഷണത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇമാം മസ്ജിദ് നെമിറയിൽ വെച്ച് അറഫ കുത്തുബ നിർവഹിക്കും. അതിനുശേഷമാണ് നമസ്കാരം. തുടർന്ന് ഓരോ ഹാജിയും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇപ്പോൾ BS മുബാറക്, കോൺസുൽ ജനറൽ ജിദ്ദയിൽ നിന്ന് നമ്മോടൊപ്പമുണ്ട്. ശ്രീ മുബാറക്, അറഫയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രവാഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ യാത്ര, താമസം, ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പൊ എല്ലാ ഹാജികളും ഇപ്പോ അറഫക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇശായുടെ ശേഷം എല്ലാം പിന്നെ നമ്മൾക്ക് 2 സ്റ്റേഷൻ ഉണ്ട്, 1 and 2. അതിലെല്ലാരും പിന്നെ പോകാൻ തുടങ്ങും. ഇപ്പൊ എല്ലാം ഇവിടത്തുള്ള ഏർപ്പാടുകൾ ഇവിടെ മീനാവിലെ ഫസ്റ്റ് ഡേ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നത്. ആ ചെറിയ പ്രശ്നങ്ങൾ, എയർ കൂളറുടെ പ്രശ്നം, പിന്നെ ഫുഡ് ചില മറ്റപ്പെട്ട പ്രശ്നം, അല്ലാതെ വളരെ സ്മൂത്താ. പിന്നെ അതല്ലാതെ പിന്നെ എല്ലാരും പിന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇൻഷാ അല്ലാഹ് നാളെ ഫജർ നാളെ ഒരു 9 മണിക്ക് ശേഷം എല്ലാരും എത്തും ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അൽഹംദുലില്ലാഹ്. ഹാജിമാരുടെ അറഫയിലെ സംഗമത്തിന് ശേഷം ഹാജിമാരുടെ മടക്കയാത്ര എങ്ങനെയാണ്? അതിനുള്ള സൗകര്യങ്ങളും തയ്യാറായിട്ടുണ്ടോ? മടക്കയാത്രവും ട്രെയിനില്ല. എല്ലാ ഹജ്ജ് കമ്മിറ്റി ഹാജികൾക്കും മടക്കയാത്ര ട്രെയിനില്ല. 1 സ്റ്റേഷൻ 1 സ്റ്റേഷൻ 2-വീലറുണ്ട്. പിന്നെ അവർ മുസ്ദലിഫ നാളെ മഗ്രിബിന്റെ ശേഷം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ട്രെയിൻ ആണത് കൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ പണ്ട് ബസ്സുള്ള സമയം പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ട്രെയിനിൽ ഒരു 2 വർഷം അത്ര കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അതും ശരിയാകും ഇൻഷാ അല്ലാഹ്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ BS മുബാറക്, കോൺസുൽ ജനറൽ, വിവരങ്ങൾ നൽകിയതിന്. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി റബീഹ് മുഹമ്മദ്. മറ്റു വാർത്തകളിലേക്ക്. തൊഴിൽ കരാർ പാലിക്കാതെ വീട്ടുജോലിക്കെത്തിയ ഒരു ഇന്ത്യൻ യുവതി കൂടി പീഡനം സഹിക്കാനാകാതെ രക്ഷപ്പെട്ടു. ഹൈദരാബാദ് സ്വദേശിയായ 22-കാരിയാണ് വിശ്രമമില്ലാതെ ജോലി ചെയ്തും മർദ്ദനങ്ങൾ സഹിച്ചും അഭയം തേടി എംബസിയുടെ സേവന കേന്ദ്രത്തിലെത്തിയത്. നാട്ടിലെ ഏജന്റിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയാണ് ഫർഹാന പർവീൻ സൗദിയിലെ വീട്ടിൽ ജോലിക്കാരിയായി വരാൻ തയ്യാറായത്. 11ാമത്തെ വയസ്സിൽ വിവാഹിതയായ ഫർഹാന ഭർത്താവ് അപകടത്തിൽ മരണപ്പെട്ടതോടെ 20ാമത്തെ വയസ്സിൽ വിധവയായി. 2 പെൺകുട്ടികളെ വളർത്താനുള്ള വഴി തേടിയാണ് ഗൾഫിലെ ജോലി തെരഞ്ഞെടുത്തത്. നാട്ടിൽ ദിനവും 4 വീടുകളിലെ ജോലി ചെയ്തിരുന്ന ഫർഹാനയ്ക്ക് പക്ഷേ സൗദിയിലെ വീട്ടുജോലി താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. काम करती हूँ मगर सताते और लोग मारते करते ऐसा मारते. മണിക്കൂറുകൾ മാത്രം ഉറക്കം, ആഹാരം പോലും കൃത്യമായി ലഭിക്കാറില്ല.
ചെറിയ കുറ്റങ്ങൾക്ക് പോലും കടുത്ത പീഡനവും. ഗത്യന്തരമില്ലാതെ ഇറങ്ങിയോടി ദമാമിലെ എംബസിയുടെ സേവന കേന്ദ്രത്തിൽ അഭയം തേടുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ നവയുഗം വനിതാവേദി പ്രവർത്തകർ ഫർഹാനയുടെ സഹായത്തിനെത്തി. താമസവും ഭക്ഷണവും നൽകി സംരക്ഷിച്ച ഇവർ ഫർഹാനയുടെ ദയനീയ സ്ഥിതി സ്പോൺസറെ ബോധ്യപ്പെടുത്തിയതോടെ റിലീസ് നൽകാൻ ഇദ്ദേഹം തയ്യാറായിട്ടുണ്ട്. 13ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 19ാമത്തെ വയസ്സിൽ വിധവയായ സ്ത്രീയാണ്. 2 കുട്ടികളുടെ മാതാവാണ്. ഇവരുടെ വിഷമങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് അവരെ സഹായിക്കണമെന്ന് തോന്നി. ഒറ്റപ്പെട്ടുപോയ ഈ യുവതിക്ക് സർവ്വപ്രതിസന്ധികളെയും മറികടന്ന് പിടിച്ചുനിന്നേ പറ്റൂ. സന്നദ്ധ പ്രവർത്തകർ നൽകിയ കരുത്തിൽ പുതിയ ഒരു ഊഴം കൂടി പരീക്ഷിച്ചു നോക്കാനുള്ള ഒരുക്കത്തിലാണ് ഫർഹാന. മീഡിയ 1 ദമാം. സൗദി അറേബ്യയിൽ വീട്ടുവേലക്കാരായി ജോലി ചെയ്യുന്നവരുടെ അവകാശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം മാർഗരേഖ പുറത്തിറക്കി. തൊഴിൽ കരാറിലെ വ്യവസ്ഥയനുസരിച്ച് വേലക്കാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും തൊഴിലുടമയുടെ ബാധ്യതകളെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ് മന്ത്രാലയത്തിന്റെ മാർഗരേഖ. വേലക്കാർക്ക് ദിവസത്തിൽ ചുരുങ്ങിയത് 9 മണിക്കൂർ വിശ്രമം നൽകണം. വേതനം ഹിജ്റ മാസാവസാനത്തിൽ തൊഴിലാളിക്ക് ലഭിച്ചിരിക്കണം. പണമായോ ചെക്കായോ തൊഴിലാളി ആവശ്യപ്പെടുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറായോ ശമ്പളം നൽകാവുന്നതാണ്. എന്നാൽ ഇതിന് രേഖകളുണ്ടായിരിക്കണം. തൊഴിൽ കരാർ പൂർത്തീകരിച്ച് തിരിച്ചുപോകുന്ന തൊഴിലാളിക്ക് യാത്രാ ടിക്കറ്റ് നൽകിയിരിക്കണം. തൊഴിൽ പരിശീലന കാലാവധി 3 മാസമായിരിക്കും. തൊഴിലാളിയുടെ വൈദഗ്ധ്യം, സ്വഭാവശീലങ്ങൾ എന്നിവ ഉറപ്പുവരുത്താനാണ് 3 മാസ കാലാവധി. ഒരേ ജോലിയിൽ പരിശീലനകാലം നീട്ടാൻ തൊഴിലുടമയ്ക്ക് അവകാശമില്ല. എന്നാൽ ഒരു ജോലിക്ക് യോഗ്യനല്ലാത്ത തൊഴിലാളിയെ മറ്റൊരു ജോലിക്ക് പരിശീലനത്തിൽ വെക്കാൻ തൊഴിലാളിയുടെ സമ്മതപ്രകാരം തൊഴിലുടമയ്ക്ക് സാധിക്കും. തൊഴിലാളി മനഃപൂർവ്വമോ അനാസ്ഥ കാരണമോ വല്ല വസ്തുക്കളും നശിപ്പിക്കുക, കടമായി വാങ്ങിയത് തിരിച്ചുപിടിക്കുക, തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ കോടതി വിധി പ്രകാരം അവകാശമുണ്ടായിരിക്കുക എന്നീ പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചുവെക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമില്ല. മാസാന്ത ശമ്പളത്തിന്റെ 50% ഒരേ സമയം പിടിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ജോലിയുടെ സ്വഭാവം, സേവനവേതന വ്യവസ്ഥകൾ, പരിശീലനകാലം, തൊഴിൽ കാലാവധി, കരാർ പുതുക്കാനുള്ള നിബന്ധനകൾ എന്നിവ കരാറിൽ വ്യക്തമാക്കിയിരിക്കണം. പരിശീലനകാലത്ത് തൊഴിലാളി അയോഗ്യനാണെന്ന് ബോധ്യമായാൽ തൊഴിലുടമയ്ക്ക് ബാധ്യതകളില്ലാതെ തൊഴിൽ കരാർ ദുർബലപ്പെടുത്താനും അധികാരമുണ്ടായിരിക്കും. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. ഒക്ടോബറിൽ കുവൈത്തിലെ ഇന്ത്യൻ എംബസിക്ക് 3 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. എംബസി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഗാന്ധി ജയന്തി, ഈദുൽ അദ്ഹ, ദീപാവലി എന്നീ ദിവസങ്ങളിലാണ് അവധി. ഒക്ടോബർ 6-ാം തീയതി എംബസി തുറന്ന് പ്രവർത്തിക്കും. അവധിയാണെങ്കിലും കോൺസുൽ, ലേബർ അറ്റസ്റ്റേഷൻ, മറ്റ് അടിയന്തര സേവനങ്ങൾ എന്നിവ എംബസിയിൽ ലഭ്യമാകും.